ഏവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം. നിർഭാഗ്യത്തെ സൗഭാഗ്യമാക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. പലരും പറയാറുണ്ട്, എന്നെപ്പോലത്തെ നിർഭാഗ്യവാൻ ഈ ലോകത്തുണ്ടാകിയാൽ, എന്നെപ്പോലുള്ളൊരു നിർഭാഗ്യവതി ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ധാരാളം പേരെ കാണാം. ഒരു ഡോക്ടർ ആ മാതാവിനോട് പറഞ്ഞു, മിസ്സസ് കെല്ലർ, ദയവായി ക്ഷമിക്കൂ, നിങ്ങൾ ധൈര്യമായിരിക്കണം, ഇനിയും നിങ്ങൾ ഒരു ഞെട്ടലിനെ അഭിമുഖീകരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉടനെ ആ മാതാവ് ചോദിച്ചു, ഡോക്ടർ, എൻ്റെ മകൾ മരിച്ചുപോയോ? എൻ്റെ മകൾക്ക് എന്തു പറ്റി? ഡോക്ടർ പറഞ്ഞു, മരിച്ചില്ല, പക്ഷേ അവൾ ജീവിതകാലം മുഴുവൻ ബധിരയും മൂകയുമായിരിക്കും. അവളുടെ കാഴ്ചശക്തിയും അവളുടെ സംസാരശക്തിയും നിലച്ചുപോയി. ഏകദേശം 19 മാസം മാത്രം പ്രായമുള്ള ഹെലൻ ആഡംസ് കെല്ലർ എന്ന് പറയുന്ന ആ പെൺകുട്ടി സംസാരശേഷി നഷ്ടപ്പെട്ട് കേൾവി ശക്തി നഷ്ടപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ മാതാവ് വിങ്ങിപ്പൊട്ടിക്കരയാനിടയായി. അവരിങ്ങനെ കരഞ്ഞു പറഞ്ഞു, എൻ്റെ എല്ലാമെല്ലാമായ ഹെലൻ, നീ ബധിരയും മൂകയുമായി ജീവിതകാലം മുഴുവൻ കഴിച്ചാൽ നിന്റെ ഭാവി എന്താകും മകളെ എന്ന് ചോദിച്ചാണ് നിലവിളിച്ചത്. ഡോക്ടർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ ആ ഡോറിൻ്റെ ഇട നിന്നുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇത്രയും വലിയൊരു കേസ് എൻ്റെ ഈ വൈദ്യ പഠനത്തിന് ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല. ആ കുഞ്ഞു മരിച്ചു പോവുകയായിരുന്നു നല്ലത് എന്ന് പറഞ്ഞ അദ്ദേഹം, ഈ കുട്ടി വളർന്നു. എല്ലാവരും പറഞ്ഞു ഭാഗ്യദോഷിയാണ്, ഭാഗ്യമില്ലാത്തവളാണ്, കഷ്ടമായിപ്പോയി എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ ഇവൾ വളർന്ന അവൾ സ്പർശനം കൊണ്ടും സുഗന്ധം ശ്രദ്ധിച്ചു. അവൾ പഠനം ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ എഴുതാനോ വായിക്കാനോ അറിയാമല്ല, പകരം അവൾ ചെയ്തത് സ്പർശിച്ചു. അതുപോലെ തന്നെ സുഗന്ധം, ഓരോ വസ്തുവിൻ്റെ മണം ഗ്രഹിച്ചും ആണ് അവൾ പഠനം നടത്തി. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. അവൾ നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തകയായി എന്നു മാത്രമല്ല, നല്ലൊരു അധ്യാപികയായി, ഏറ്റവും നല്ലൊരു സാഹിത്യകാരിയായി ലോകത്തറിയപ്പെടുന്ന ഹെലൻ ആഡംസ് എന്ന് പറയുന്ന ആ സ്ത്രീ ഏറ്റവും ഉയർന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്കാണെങ്കിൽ ഏതെല്ലാം കഴിവുകളുണ്ട്, എന്തെല്ലാം പ്രാപ്തിയുണ്ട്? നമ്മുടെ കണ്ണിനോ, നമ്മുടെ കാതിനോ, നമ്മുടെ സംസാരത്തിനോ, നമ്മുടെ പല്ലിനോ, നമ്മുടെ കൈകാലുകൾക്കോ, നമ്മുടെ ശരീരത്തിനോ യാതൊരു അംഗഭംഗവും സംഭവിച്ചിട്ടില്ല. അംഗഭംഗത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകപ്രശസ്തയായ സാഹിത്യകാരിയും അധ്യാപികയും സാമൂഹ്യ പ്രവർത്തകയുമായി മാറിയ വ്യക്തിയാണ് ഹെലൻ ആഡംസ് കെല്ലർ എന്ന് പറയുന്നതായ ഇംഗ്ലീഷുകാരി. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും ദേവാലയത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 9-1-2 വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ കടന്നു പോകുമ്പോൾ പിറവിൽ കുരുടനായ ഒരു മനുഷ്യനെ കണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? ശ്രദ്ധിക്കണേ, യഹൂദന്മാരുടെ ചിന്താഗതി അനുസരിച്ച് മനുഷ്യൻ വൈകല്യമുള്ളവരായി ജനിക്കുന്നതും കഷ്ടത അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, ചോദിക്കുകയാണ്, ഇവനോ എന്ന് പറഞ്ഞാൽ പിറവിയാൽ കുരുടനായിരിക്കുന്ന ഈ മനുഷ്യനോ അല്ലെങ്കിൽ ഇവൻ്റെ അമ്മയപ്പന്മാരോ
ആര് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ജനിക്കാത്തൊരു വ്യക്തി പാപം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരാണ് യഹൂദന്മാർ. അതായത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞിൽ പാപവാസമുണ്ടെന്നും പാപം ചെയ്യാനായിട്ട് തൽപരനാണെന്നും യഹൂദന്മാർ വിശ്വസിക്കും. അതുകൊണ്ടാണ് ചോദിച്ചത്, ഇവൻ ഈ കുരുടനായി ജനിക്കുവാൻ കാരണം ഇവന്റെ പാപമാണോ അതോ മാതാപിതാക്കളുടെ പാപമാണോ? ശ്രദ്ധിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഓർത്തു നോക്കുക, നിർദോഷിയായിരുന്ന നശിച്ചവൻ ആർ? നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യും. ഇവിടെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ തേമാന്യനായ എലിഫസ് ഇയ്യോബിനോട് പറയുന്ന കാര്യമാണ്. ഓർത്തു നോക്കുക, നിർദോഷിയായിരുന്ന് നശിച്ചവൻ ആരുമില്ല, നേരുള്ളവൻ എവിടെയും മുടിഞ്ഞു പോയിട്ടില്ല. എന്നാൽ ഞാൻ കണ്ടിടത്തോളം അന്യായം പ്രവർത്തിക്കുന്ന ദുഷ്ടന്മാരുടെ മേലാണ് ഈ കഷ്ടതയും പ്രയാസവും ശിക്ഷയും വരുന്നതെന്ന് തേമാന്യനായ എലിഫസ് ഇയ്യോബിനോട് പറയുക. അപ്പം അവരുടെ ചിന്താഗതി അനുസരിച്ച് ദൈവത്തിൻ്റെ ശിക്ഷയാണ് ഈ കഷ്ടത വരുവാൻ, ഈ പട്ടിണി വരുവാൻ, ഈ രോഗം വരുവാൻ, ഈ സാമ്പത്തിക ഞെരുക്കം വരുവാൻ ഒക്കെ കാരണം അവരുടെ അന്യായമാണെന്ന് വിശ്വസിച്ചിരുന്നു. അതാണ് തേമാന്യനായ എലിഫസ് ഇയ്യോബിന്റെ പുസ്തകത്തിലൂടെ ഇയ്യോബിനോട് പറയുന്നത്. എസ്കേൽ പ്രവചനം 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യവും 30-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ എസ്കേൽ പ്രവാചകൻ പറയുകയാണ്, മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളെയൊക്കെയും വിട്ടുതിരിവീൻ. ഇവിടെ എസ്കേൽ പറയുകയാണ്, മകൻ്റെ ഭാവം ഒരിക്കലും അപ്പനെ ബാധിക്കുകയില്ല, അപ്പൻ്റെ ഭാവം ഒരിക്കലും മകനെ ബാധിക്കുകയില്ല. ഇനി ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അകൃത്യത്തെക്കുറിച്ച് നിങ്ങൾ മനം തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാനാണ് എസ്കേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹൂദന്റെ സകല ചിന്താഗതിയെയും മാറ്റിമറിക്കുന്നതായിരുന്നു എസ്കേലിന്റെ പ്രവചനം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിച്ചത്, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ ആര് പാപം ചെയ്തിട്ടാണ് ഇവനിങ്ങനെ കുരുടനായി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ, ഇവരാരെങ്കിലും പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണെന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. അതാണ് ഈ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്. അതിന് അവൻ എങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ. ഇവിടെ യേശു പറയുകയാണ്, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും അവർ പാപം ചെയ്തിട്ടല്ല ഇവനിങ്ങനെ കുരുടനായി പറഞ്ഞത്, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിന് അത്രേ. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം ചോദിക്കട്ടെ. പലരും പറയാറുണ്ട്, ചിലപ്പോൾ നിങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം, അവരുടെ കർമ്മഫലമായി അനുഭവിക്കുന്നത് അവൻ ചെയ്തതിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ അവർ മാതാപിതാക്കന്മാർ ചെയ്തതിൻ്റെ ഫലമാണ് അവൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ടോ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. യേശു പറയുകയാണ്, അവനുമല്ല അവൻ്റെ അപ്പന്മാരോ ചെയ്ത പാപത്തിൻ്റെ ഫലമല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി അത്രേ. ശ്രദ്ധിക്കണേ, പ്രയാസത്തിൻ്റെയും കഷ്ടതയുടെയും ഓരോ രംഗവും ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളാണ്. മറക്കണ്ട പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ദൈവിക പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് നീ ഇന്ന് ഈ കഷ്ടതയായിരിക്കുന്നത്, നീ പ്രയാസമായിരിക്കുന്നത്, നീ ഈ രോഗത്തായിരിക്കുന്നത്, നിന്റെ വിദ്യാഭ്യാസം നിനക്ക് യാതൊരു നന്മയുണ്ടാകാത്തത്, തൊഴിലിൽ നിന്ന് നിനക്ക് യാതൊരു വരുമാനം ഉണ്ടാകാത്തത്. കാരണം ആ വേദി ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരവസരമാണെന്നുള്ള കാര്യം മറക്കുക. അതാണ് പറഞ്ഞത്, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടല്ല,
പകരം ദൈവപ്രവൃത്തി ഇവൻ വെളിപ്പെടാൻ വേണ്ടി അത്രേ ഇവൻ കുരുടനായി ജനിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദുഃഖത്തിലോ പ്രയാസത്തിലോ പ്രശ്നത്തിലോ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ, ബുദ്ധിമുട്ടിലാണെങ്കിൽ, നീ ഒരു ഭാഗ്യദോഷിയാണെന്ന് പറയുന്നെങ്കിൽ, നിന്നെ കാണുന്നവരെല്ലാം ഭാഗ്യം കെട്ടവനാണെന്നോ, ഇവളെൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണെന്നോ, ഇവൻ എൻ്റെ വീട്ടിൽ കയറിയതിന് ശേഷമാണോ ഞങ്ങൾ മുടിയാൻ തുടങ്ങിയെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് കേൾക്കണേ, അവരെ ഇത് കേൾപ്പിക്കണേ. യേശു പറയാ, ഇവൻ ചെയ്ത പാവമല്ല, ഇവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാവമല്ല, എന്നാൽ ദൈവപ്രവൃത്തി അവങ്ങൾ വെളിപ്പെടുവാൻ വേണ്ടി അത്രേ എന്ന്. നാം പലപ്പോഴും കർമ്മഫലം എന്ന് പറഞ്ഞിട്ട്, ഭാഗ്യദോഷമെന്ന് പറഞ്ഞിട്ട്, മുന്നോട്ട് പോകാനായിട്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് സകലം അവസാനിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണെങ്കിൽ അതെല്ലാം നിർത്തുക. നിന്നിലൊരു ദൈവിക പ്രവൃത്തിയുണ്ട്, നിന്റെ തൊഴിലൊരു ദൈവിക പ്രവൃത്തിയുണ്ട്, നിന്റെ പഠനത്തിലൊരു ദൈവിക പ്രവൃത്തിയുണ്ട്, നിന്റെ ഭവനത്തിലൊരു ദൈവിക പ്രവൃത്തിയുണ്ട്. അത് വെളിപ്പെടുവാൻ വേണ്ടിയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഹെലൻ ആഡംസ് കെല്ലർ, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഭാഗ്യദോഷിയാണെന്ന് പറഞ്ഞു. ഈ കുട്ടി ജന്മനാ ഇങ്ങനെ ആയിക്കഴിഞ്ഞതുകൊണ്ട് 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ അവളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും അവൾക്ക് സംസാരിക്കാനുള്ളതായ അതൊന്നുമില്ലാതായിപ്പോയി. അങ്ങനെ ഏറ്റവും ഭാഗ്യദോഷിയായി അവളാണ് ലോകത്തിൽ ഏറ്റവും പ്രശസ്തയായി തീർന്നു. അങ്ങനെയാണ് സ്നേഹിത, നിനക്കും സാധിക്കും, സഹോദര നിനക്കും സാധിക്കും, സഹോദരി നിനക്കും സാധിക്കും, പ്രിയപിതാവേ പ്രിയമാതാവ് കുഞ്ഞെ നിനക്കും സാധിക്കും. ദൗർഭാഗ്യങ്ങളെയൊക്കെ സൗഭാഗ്യങ്ങളാക്കി മാറ്റുന്ന ഒരു ദൈവിക പ്രവൃത്തിയുണ്ട്. കണ്ണുകളടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇതെൻ്റെ ഭാഗ്യദോഷമാണ്, ഇത് ഞങ്ങളുടെ കർമ്മദോഷമാണ്, ഇത് ഞങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രവൃത്തിയുടെ ഫലമാണ് ഞങ്ങൾ ഈ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടേതായ സാമ്പത്തിക ബുദ്ധിമുട്ടിനെയും അവരുടെ രോഗത്തെയും അവരുടേതായ പ്രതിസന്ധികളെയും അവരുടെ കർത്താവെ അവർ തൊഴിലഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പഴിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ അവരെ നീ സഹായിക്കണമേ. അവർ മനം തിരിഞ്ഞ് ദൈവഭാഗത്ത് കടന്നു വരാൻ സഹായിക്കണമേ. അതെല്ലാം ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാനുള്ള അവസരങ്ങളാണെന്ന് അവർക്കത് ബോധ്യമാകട്ടെ കർത്താവേ. ആ തൊഴിലിൽ, ആ പഠനത്തിൽ, ആ പരീക്ഷയിൽ, ആ ഭവനത്തിൽ, ആ ദേശത്ത് നടക്കുന്നതായ സകല കാര്യങ്ങളും ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാനുള്ളതായ അവസരമാണല്ലോ. ആകയാൽ ആ കുടുംബത്തിൽ ദൈവിക പ്രവൃത്തി ഉണ്ടാകട്ടെ, ആ വ്യക്തിയിൽ ഒരു ദൈവിക പ്രവൃത്തി ഉണ്ടാകട്ടെ, ആ സഭയിൽ ഒരു ദൈവിക പ്രവൃത്തി ഉണ്ടാകട്ടെ, ആ ദേശത്ത് ഒരു ദൈവിക പ്രവൃത്തി ഉണ്ടാകട്ടെ. പ്രാർത്ഥനയ്ക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തായാലും ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.